So last class നമ്മൾ ബയാസിംഗ് ഓഫ് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് കണ്ടു. ഓക്കെ, അതിലുള്ള 3 ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ബയാസിംഗ് ഓഫ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ്. എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിന്റെ ബയാസിംഗ് ടെക്നിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ in depletion mode MOSFET, already a channel will be there, but in case of enhancement mode MOSFET, a channel is to be induced. അതായത് നമ്മൾ നേരത്തെ ഈ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ചാനൽ, ഇപ്പം എൻ ചാനൽ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആണെങ്കിൽ അവിടെ ഒരു എൻ ചാനൽ ഉണ്ടാവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ എന്താ, ഇനീഷ്യലി അവിടെ ചാനൽ ഉണ്ടാവില്ല. എങ്ങനെയാണ് അവിടെ ചാനൽ വരുന്നത്? നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ ഒരു ചാനൽ ഇൻഡ്യൂസ് ചെയ്ത് വരികയാണ് ഇൻ കേസ് ഓഫ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ്. ബട്ട് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ ഓൾറെഡി എ ചാനൽ വിൽ ബി ദർ. ഓക്കെ, ആൻഡ് ഓൾസോ ദ കണ്ടക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് ആഫ്റ്റർ ചാനൽ ഫോർമേഷൻ. ചാനൽ ഈ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ആദ്യം ചാനൽ ഉണ്ടാവില്ല. ചാനൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇൻഡ്യൂസ് ചെയ്ത് വരികയാണ്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ്, കണ്ടക്ഷൻ വിൽ ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ചാനൽ ഫോർമേഷൻ. ചാനൽ ഫോർമേഷന് ശേഷമാണ് അവിടെ കണ്ടക്ഷൻ നടക്കുള്ളൂ ഇൻ കേസ് ഓഫ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ്. ഓക്കെ, ആൻഡ് ചാനൽ വിൽ ബി ഫോംഡ് when the input voltage is applied which is greater than threshold voltage. അതായത് ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഇഫ് യു ആർ അപ്ലൈയിങ് ഗ്രേറ്റർ ദാൻ എ ത്രഷോൾഡ് വോൾട്ടേജ്, എന്നാൽ മാത്രമേ ഇവിടെ ഇൻ ദ കേസ് ഓഫ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിൽ ഒരു ചാനൽ ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ നോർമലി ഒരു ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു ഓൺ സ്വിച്ച് പോലെ പറയും. ഇനീഷ്യലി ഓൺ കണ്ടീഷൻ, നോർമലി ഓൺ കണ്ടീഷനിലായിരിക്കും. അതേ അവസരത്തിൽ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ എന്താ, ഇറ്റ് വിൽ ബി ലൈക്ക് ആൻ ഓഫ് സ്വിച്ച്. അതായത് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് ഒരു ത്രഷോൾഡ് വോൾട്ടേജിനെക്കാളും കൂടി കഴിഞ്ഞാൽ മാത്രമേ കണ്ടക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുള്ളൂ, അത് ഓൺ ആവുള്ളൂ. ഓക്കെ, സോ എപ്പോഴാണ് ഇവിടെ ചാനൽ ഫോം ചെയ്യുക? വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, ആൻഡ് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് നോർമലി it will be in on condition, whereas enhancement mode MOSFET normally it will be in off condition. Okay, depletion mode MOSFET ൽ already channel ഉണ്ട്, so already on ആയിട്ടായിരിക്കും ഉണ്ടാവുക നോർമൽ കേസിൽ. but in case of enhancement mode MOSFET normally it will be in off condition. when we are applying an input voltage which is greater than threshold voltage, then only that enhancement MOSFET will be turned on or conduction will be taking place. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു എൻഹാൻസ്മെന്റ് മോഡിന്റെ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാം VT എന്ന് പറയുന്നതാണ് ത്രഷോൾഡ് വോൾട്ടേജ്. സോ നമ്മൾ VGS ഇനീഷ്യലി, VGS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് VT-യേക്കാളും കൂടിക്കഴിഞ്ഞാലാണ് ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആ സമയം മുതൽ ID ഇൻക്രീസ് ചെയ്യാണ്. സ്റ്റീപ്പല്ല, ഒരു ലീനിയർ ആയിട്ട് ID ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഓക്കെ, so this is the transfer characteristics of this enhancement mode MOSFET. അപ്പോൾ VGS നമ്മൾ VT-നെക്കാളും കൂടിക്കഴിഞ്ഞാലാണ് ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇൻ എൻഹാൻസ്മെന്റ് മോഡ് MOSFET ഇറ്റ് റിക്വയർസ് എ പോസിറ്റീവ് വോൾട്ടേജ് അറ്റ് ദ ഗേറ്റ്. ഗേറ്റിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്താണ് എൻഹാൻസ്മെന്റ് മോഡ് MOSFET വർക്ക് ചെയ്യുക. അത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ത്രഷോൾഡ് വോൾട്ടേജ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡിപ്ലീഷൻ മോഡ് MOSFET നമ്മൾ പറഞ്ഞു ഗേറ്റിൽ എന്താ, നമ്മളൊരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് അവിടെ അപ്ലൈ ചെയ്യുക. ആൻഡ് എൻഹാൻസ്മെന്റ് മോഡ് MOSFET കണ്ടക്ട്സ് വെൻ ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്, അതായത് VGS എക്സീഡ്സ് ദ ത്രഷോൾഡ് വോൾട്ടേജ്. VT എന്ന് പറയുന്ന ത്രഷോൾഡ് വോൾട്ടേജിനെക്കാളും VGS എക്സീഡ് ചെയ്യുന്ന സമയത്താണ് എൻഹാൻസ്മെന്റ് മോഡ് MOSFET കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിൽ നമ്മളിപ്പോൾ അതിന്റെ ബയാസിംഗ് ആണല്ലോ കാണുന്നത്. 3 ബയാസിംഗ് മെത്തേഡ്സ് ആർ യൂസ്ഡ്. ഫസ്റ്റ് വൺ ഈസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താ, നമ്മൾ BJT-ന്റെ കേസിൽ കണ്ടിരുന്നു, ദെൻ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ കണ്ടിരുന്നു. ഇവിടെയും വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബയാസിംഗ് ടെക്നിക്. ദെൻ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്, ദെൻ മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്.
ഇതാണ് 3 ബയാസിംഗ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ്. സോ ഫസ്റ്റ് വൺ ഈസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. അപ്പോൾ എന്താ, നമ്മുടെ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് അറിയാലോ, അതിന്റെ സർക്യൂട്ട് സിമ്പിൾ എങ്ങനെയാണ്, നമ്മൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടല്ല വരക്കുക, ഇവിടെ 3 ടെർമിനൽ ഇതിങ്ങനെ ഡോട്ടഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ വരക്കുക. ഇതൊരു എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടിൽ എന്തൊക്കെയാണ്, RG1 RG2 എന്ന് പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ്, ദെൻ RS എന്ന് പറയുന്ന സോഴ്സ് റെസിസ്റ്റൻസ്, ദെൻ ഒരു ഇൻപുട്ട് സപ്ലൈ VDD. ഓക്കെ, ഡ്രെയിൻ ടെർമിനൽ. ഓക്കെ, so it is the most widely used method to provide biasing and stabilization to a MOSFET. Two resistance RG1 and RG2 connected across supply voltage VDD, and it will be this RG1 and RG2 will be providing biasing. Drain resistance RD will be providing stabilization. Then voltage divider formed by this RG1 and RG2 resistance. Okay, so ഈ ഒരു കേസിൽ നമ്മൾ VG എന്ന് പറഞ്ഞാൽ എവിടെയുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും, ഇവിടെയുള്ള VG എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എടുക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ VG എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള VDD ടോട്ടൽ, ഇവിടെയുള്ള വോൾട്ടേജ് VDD ഇൻറ്റു ഇവിടെയുള്ള റെസിസ്റ്റൻസ് RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2 എന്ന് എഴുതാം അല്ലേ. സോ VG നമുക്ക് കിട്ടി. സിമിലർലി VS എന്തായിരിക്കും, VS എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള വോൾട്ടേജ് ആണ് VS അല്ലേ, ഇവിടെയുള്ള കറണ്ട് എന്താ IS അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ID ആണെങ്കിൽ, IS അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ID എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ, ഇവിടെയുള്ള VS നമുക്ക് എങ്ങനെ എഴുതാം, VS വിൽ ബി ഈക്വൽ ടു ID ഇൻറ്റു ഇവിടെയുള്ള റെസിസ്റ്റൻസ് RS. VS വിൽ ബി ഈക്വൽ ടു ID അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IS എന്ന് എടുത്തു. ഓക്കെ, സോ VS വിൽ ബി ഈക്വൽ ടു ID ഇൻറ്റു RS എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ VGS എന്തായിരിക്കും, VGS എന്ന് പറഞ്ഞാൽ VG മൈനസ് VS ആണ്. അപ്പോൾ VG നമുക്ക് ഇവിടെ കിട്ടി, VS ഉം കിട്ടി. സോ VGS വിൽ ബി ഈക്വൽ ടു VDD ഇൻറ്റു RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2 മൈനസ് ID RS. സോ നമുക്കറിയാം ക്യൂ പോയിന്റ്, അതായത് മോസ്ഫെറ്റിന്റെ കേസിൽ ക്യൂ പോയിന്റിൽ നമുക്ക് വേണ്ട കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരുന്നു, VGS ഉം VDS ആണ്. സോ ഓൾറെഡി VGS നമുക്കിവിടെ കിട്ടി. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മൾ ഗേറ്റിൽ ഒരു പോസിറ്റീവ് സപ്ലൈ ആണ് കൊടുക്കേണ്ടത്, പോസിറ്റീവ് വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ടു എൻഷുർ VGS എ പോസിറ്റീവ് വാല്യൂ, ഇവിടെയുള്ള വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള RG1 ആൻഡ് RG2 ഷുഡ് ബി സെലക്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് VG ഈസ് മോർ പോസിറ്റീവ് ദാൻ VS. VG ആയിരിക്കണം VS-നേക്കാളും കൂടുതൽ പോസിറ്റീവ്, അല്ലെങ്കിൽ VG ആയിരിക്കണം VS-നേക്കാളും കൂടുതലുള്ള വാല്യൂ, സോ ദാറ്റ് VGS will be a positive value. This is an important point in case of voltage divider bias in enhancement MOSFET. Okay, clear? Now ഇനി ഇവിടെ നമ്മൾ ഡ്രെയിൻ ലൂപ്പ് എടുക്കുകയാണ്. എവിടെയാണ് ഡ്രെയിൻ ലൂപ്പ്, ഇതാണ് നമ്മുടെ ഡ്രെയിൻ ലൂപ്പ്. ഡ്രെയിൻ ലൂപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ VDD will be equal to ഇവിടെയുള്ള കറണ്ട് എന്താ, ഇവിടെയുള്ള കറണ്ട് ID ആണ്. ഓക്കെ, ഇവിടെയുള്ള വോൾട്ടേജ് എന്താ, VDS ആണ് അല്ലേ, ഇവിടെയുള്ള വോൾട്ടേജ് VDS ആണ്. സോ ഇവിടെ ഒഴുകുന്ന കറണ്ട് ID അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IS എന്ന് എടുക്കുമ്പോൾ ഇവിടെയും നമുക്ക് ID എന്ന് എഴുതാൻ പറ്റും. സോ VDD വിൽ ബി ഈക്വൽ ടു ID RD പ്ലസ് VDS പ്ലസ് ID RS എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നമ്മൾ VDS കണ്ടുപിടിക്കുകയാണെങ്കിൽ VDS വിൽ ബി ഈക്വൽ ടു VDD മൈനസ് ID ഇൻറ്റു RD പ്ലസ് RS എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ എന്താ ക്യൂ പോയിന്റിന്റെ രണ്ട് കോർഡിനേറ്റ്സ് ആയിട്ടുള്ള VDS-ഉം VGS-ഉം നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ആൻഡ് ബട്ട് വൺ മോർ തിങ്, ഇവിടെ നമുക്ക് ID എന്താന്ന് അറിയണം. നമ്മൾ ഓൾറെഡി ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിലെ ID ഇക്വേഷൻ എന്താണെന്നുള്ള കണ്ടു. ബട്ട് ഇൻ കേസ് ഓഫ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് ID വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ID വിൽ ബി ഈക്വൽ ടു, ഇതിന്റെ ഡെറിവേഷൻ ആവശ്യമില്ല, ID വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ. VGS എന്ന് പറഞ്ഞാൽ ഗേറ്റ് ടു സോഴ്സ് എന്താ പൊട്ടൻഷ്യൽ ആണ്, VT എന്ന് പറയുന്നത് ത്രഷോൾഡ് വോൾട്ടേജ് ആണ്. K എന്താന്ന് പറഞ്ഞാൽ K വിൽ ബി ഈക്വൽ ടു KN ഡാഷ് ഇൻറ്റു W/L. ഈ KN ഡാഷ് എന്ന് പറഞ്ഞാൽ μN കോക്സ് ആണ്. എന്താണ് μN എന്ന് പറഞ്ഞാൽ W/L എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ലെങ്ത് റേഷ്യോ ആണ്, അതായത്
ഈ എന്താ മോസ്ഫെറ്റ് ഉണ്ടല്ലോ അതിന്റെ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് W/L. അത് നമുക്ക് തരും പ്രോബ്ലത്തിന്റെ കേസിൽ. mu n എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മൊബിലിറ്റി, കോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓക്സൈഡ് കപ്പാസിറ്റൻസ്. സോ ഈ വാല്യൂ ഇപ്പൊ പ്രോബ്ലം ചോദിക്കുന്നതാണെങ്കിൽ mu n നമുക്ക് തരും, കോക്സ് നമുക്ക് തരും, W/L റേഷ്യോ നമുക്ക് തരും. ഓക്കെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VT തരും. സോ നമുക്ക് ഇവിടെ ID കിട്ടും. ID കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VDS കിട്ടും. VDS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VGS കിട്ടും. ഓക്കെ, സോ ഇതൊരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ID ഫോർ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ്, ID will be equal to K into VGS minus VT. K എന്ന് പറഞ്ഞാൽ mu n cox W/L. Okay, clear? So this is about voltage divider bias in enhancement MOSFET. Now drain to gate bias in enhancement MOSFET. അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ഉള്ള ബയാസിംഗിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. ഓക്കെ, ഡ്രെയിൻ ടു ഗേറ്റ്. അപ്പോൾ ഡ്രെയിൻ ടു നമുക്ക് ഇവിടെ ഫിഗറിൽ തന്നെ കാണാം, ഡ്രെയിനിൽ നിന്ന് ഗേറ്റിലേക്ക് ഒരു റെസിസ്റ്റൻസ് RG കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് ഡ്രെയിനിൽ നിന്ന് ഒരു ബയാസിംഗ് ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ബയാസിംഗ് പ്രൊവൈഡ് ഫ്രം ഡ്രെയിൻ ടു ഗേറ്റ്. ഡ്രെയിനിൽ നിന്ന് ഇതാണ് നമ്മുടെ ഡ്രെയിന്, ഇതാണ് നമ്മുടെ ഗേറ്റ്, ഇതാണ് നമ്മുടെ സോഴ്സ് അല്ലേ. സോ ഡ്രെയിനിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് RG വഴി സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ബയാസിംഗ് പ്രൊവൈഡ് ഫ്രം ഡ്രെയിൻ ടു ഗേറ്റ്. ആൻഡ് ഓൾസോ ഹിയർ ഗേറ്റ് ഈസ് ഐസൊലേറ്റഡ്. ഇവിടെ ഗേറ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള വേറെ സപ്ലൈ ഒന്നുമില്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഗേറ്റ് കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. ഇവിടെ ഈ ഒരു കേസിൽ ഗേറ്റ് കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. ആ ഒരു കേസിൽ നമ്മൾ ആലോചിക്കുക, ഇവിടെ VD എന്ന് പറയുന്നത് ഇവിടെയുള്ള ഗേറ്റ് കറണ്ട് 0 ആണ്. അപ്പം കറണ്ട് 0 ആണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ VD ആണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ VG ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കറണ്ട് 0 ആണെന്ന് പറഞ്ഞാൽ എന്താ? ഈ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ നമുക്ക് VD is equal to VG എന്ന് എഴുതാം. ഓക്കെ, VD is equal to VG എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പൊട്ടൻഷ്യലാണ്. സോഴ്സ് എന്താ? ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ സോഴ്സ് പൊട്ടൻഷ്യൽ VS equal to 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, VDS എന്ന് പറഞ്ഞാൽ എന്താ? VD മൈനസ് VS ആണ്. നമുക്കറിയാം VS 0 ആണ്. അപ്പോൾ വിച്ച് വിൽ ബി ഈക്വൽ ടു VD. സിമിലർലി VGS എന്ന് പറഞ്ഞാൽ എന്താ? VG മൈനസ് VS ആണ്. VS 0 ആണ്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു VG. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു VD ഈക്വൽ ടു VG അല്ലേ? VD ഈക്വൽ ടു VG എന്ന് നമ്മൾ കണ്ടു. സോ നമുക്ക് എന്ത് എഴുതാം? VGS ഈക്വൽ ടു VDS. സോ ഇൻ ദ കേസ് ഓഫ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് ആവുന്ന സമയത്ത്, ബയാസിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് VGS വിൽ ബി ഈക്വൽ ടു VDS. VGS വിൽ ബി ഈക്വൽ ടു VDS എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഡ്രെയിൻ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ, ഡ്രെയിൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൂപ്പിൽ എന്താ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുക? VDD വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ID ആണ്. ഓക്കെ, ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? VDS ആണ് അല്ലേ? ഓക്കെ, ഡ്രെയിൻ ലൂപ്പ് എടുക്കുന്ന സമയത്ത് VDD വിൽ ബി ഈക്വൽ ടു ID ഇൻറ്റു RD പ്ലസ് ഇവിടെയുള്ള വോൾട്ടേജ് VDS. പിന്നെ സോഴ്സിൽ എന്താ? 0 പൊട്ടൻഷ്യലാണ്, വേറൊന്നുമില്ല. ഓക്കെ, പ്ലസ് 0. അപ്പോൾ VDD വിൽ ബി ഈക്വൽ ടു ID RD പ്ലസ് VDS എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് VDS നമുക്ക് കണ്ടുകൂടെ? VDS വിൽ ബി ഈക്വൽ ടു VDD മൈനസ് ID RD. VDS വിൽ ബി ഈക്വൽ ടു VDD മൈനസ് ID RD. സോ നമ്മളെ രണ്ട് കോർഡിനേറ്റ്സ് VGS-ഉം കിട്ടി, VDS-ഉം കിട്ടി. വേറെ VGS ഈക്വൽ ടു VDS ഇൻ കേസ് ഓഫ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. ഓക്കെ, VDS-ഉം കിട്ടി. ഇനി സിമിലർലി നമ്മൾ ID നേരത്തെ പറഞ്ഞു, IDയുടെ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ. K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ ആണ്. വേർ K വിൽ ബി ഈക്വൽ ടു mu n cox W/L. ബട്ട് ഈ ഒരു കേസിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ കേസിൽ VGS-ഉം VDS-ഉം ഈക്വൽ ആവില്ല. സോ ഈ ഒരു ബയാസിംഗ് ടെക്നിക്സ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ എന്താ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? VGS വിൽ ബി ഈക്വൽ ടു VDS. ഈ ഒരു കണ്ടീഷൻ മിക്ക കേസിലും ഈ ഒരു കണ്ടീഷൻ വരില്ല.
സർട്ടൈൻ കേസസിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ VGS വിൽ ബി ഈക്വൽ ടു VDS എന്ന് വരുള്ളൂ. ആ ഒരു കേസിൽ മാത്രമേ നമ്മൾ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് യൂസ് ചെയ്യുള്ളൂ. ബാക്കി മെജോറിറ്റി ഓഫ് ദ കേസിൽ VGS വിൽ ബി നോട്ട് ഈക്വൽ ടു VDS. സോ ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. സോ അതിനെയാണ് നമ്മൾ മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് എന്ന് പറയുന്നത്. മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു മോഡിഫിക്കേഷൻ നടത്തിയത്? ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഒരു RG2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് എന്താ ഗേറ്റിൽ കൊടുത്തു. ഗേറ്റിൽ RG1ഓടൊപ്പം തന്നെ ഒരു RG2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കൂടി കൊടുത്തു. അപ്പം ഇവിടെ എന്താ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് പോലെയായി അല്ലെ. RG1ഉം RG2 എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് പോലെ ഇവിടെ ആക്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇതാണ് മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് ഇൻ എൻഹാൻസ്മെന്റ് MOSFET. Okay, so in some conditions VGS and VDS will be different, means it will be not equal. അപ്പം പല കണ്ടീഷൻസിലും എന്താ VGS ഉം VDS ഉം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രെയിൻ ടു ഗേറ്റ് ബയാസിന്റെ കേസിൽ VGS ഈക്വൽ ടു VDS ആയിരിക്കും. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് എന്താ VGS എന്ന് പറയുന്നത് VDSന് ഈക്വൽ ആയിരിക്കില്ല. സോ ആ ഒരു കേസിലാണ് നമ്മൾ ഈ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് സർക്യൂട്ട് മോഡിഫൈ ചെയ്യുന്നത്. അതായത് ഗേറ്റിലേക്ക് ഒരു RG2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. സോ ദാറ്റ് RG1ഉം RG2 ഒരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു കേസിൽ VGS ഉം VDS ഉം ഈക്വൽ ആവുന്ന കേസിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു യൂസ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. സോ ദ സർക്യൂട്ട് ഈസ് ടു ബി മോഡിഫൈഡ്. അതായത് VGS ഉം VDS ഉം ഈക്വൽ ആവാത്ത കേസുകളിൽ നമുക്ക് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു സർക്യൂട്ട് നമ്മൾ മോഡിഫൈ ചെയ്യണം. അത് മോഡിഫൈഡ് ചെയ്താണ് ഇവിടെ ബൈ ആഡിങ് എ റെസിസ്റ്റൻസ് ഇൻ ഗേറ്റ്. ഓക്കെ, നൗ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ, അതായത് ഗേറ്റുള്ള ഈ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ VG ആണ് അല്ലേ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഈ RG1ഉം RG2 എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം ഈ VDD ആയിരിക്കില്ല ഇവിടെയുള്ള വോൾട്ടേജ്. ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VD ആയിരിക്കും അല്ലെ. VD ആയിരിക്കും ഇവിടെയുള്ള വോൾട്ടേജ്. അപ്പൊ ഈ ഒരു കേസിൽ VDS എടുക്കുക. അപ്പോൾ VDS എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ VDS എന്ന് പറഞ്ഞാൽ എന്താ, VD മൈനസ് VS അല്ലേ. അപ്പോൾ ഇവിടെയല്ലേ നമ്മുടെ VS വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ VS ഡയറക്ട്ലി ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, VS ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ. VS ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ എന്താ VDS ഈക്വൽ ടു VD എന്ന് കിട്ടില്ലേ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് VD ഈക്വൽ ടു VDS എന്ന് ഇവിടെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വോൾട്ടേജ് ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യുമ്പോൾ, ഇവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, VG വിൽ ബി ഈക്വൽ ടു VDD അല്ല, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ VDS ഇൻറ്റു VG എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ അല്ലേ, RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എടുക്കുകയാണ്. അതായത് രണ്ട് റെസിസ്റ്റൻസ്, അവിടെയുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VD വിച്ച് വിൽ ബി ഈക്വൽ ടു VDS ആണ്. സോ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ VG വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇവിടെയുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VDS ആണ്, VDS ഇൻറ്റു RG2, ഇവിടെയുള്ള റെസിസ്റ്റൻസ് RG2 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് RG1 പ്ലസ് RG2. ഓക്കെ, സോ VG നമുക്ക് കിട്ടി. ഓക്കെ, ഇനി VS നമുക്കറിയാം ഓൾറെഡി 0 ആണെന്ന് അറിയാം. കാരണം എന്താ, ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ VGS എന്തായിരിക്കും, VG മൈനസ് VS ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു VDS ഇൻറ്റു RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2 എന്ന് എഴുതാൻ പറ്റില്ലേ. അപ്പോൾ നമുക്ക് ഒരു കോർഡിനേറ്റ് കിട്ടി, VGS. ഓക്കെ, VGS നമുക്കിവിടെ കിട്ടി. നൗ ഡ്രെയിൻ ലൂപ്പ് എടുക്കുന്ന സമയത്ത്, ഡ്രെയിൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഡ്രെയിൻ ലൂപ്പ് എടുക്കുന്നത്. നമുക്ക് എന്ത് എഴുതാം, VDD വിൽ ബി ഈക്വൽ ടു, ഇവിടെയുള്ള കറണ്ട് എന്താ ID ആണ്, IDRD പ്ലസ് ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VDS ആണ്. ഇവിടെ സോഴ്സ് വോൾട്ടേജ് 0 ആണ്. സോ നമുക്ക് VDD ഈക്വൽ ടു IDRD പ്ലസ് VDS എന്ന് കിട്ടും. സോഴ്സ് വോൾട്ടേജിന്റെ വേറെ ടേം ഒന്നും ഉണ്ടല്ലോ, കാരണം VS എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ,
സോ ഇതിൽ നിന്ന് നമുക്ക് VDS കിട്ടൂലേ? VDS will be equal to VDD minus IDRD എന്ന് നമുക്ക് കിട്ടും. സോ രണ്ടാമത്തെ കോർഡിനേറ്റ് ആയ VDS നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ID നമുക്ക് ഓൾറെഡി അറിയാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മോഡിഫൈഡ് drain to gate bias in enhancement mode MOSFET. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എന്താ നമ്മുടെ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റിലുള്ള ഡിഫറെന്റ് ബയാസിങ് ടെക്നിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.